വിവേകിന്റെ കാര്യത്തില് ആരാധ്യയുടെ ജോലിക്കാരി മുതലേ ചില സംശയങ്ങളുണ്ടായിരുന്നു. അനഘയ്ക്ക് വിവേകിനെ അമിതമായ വിശ്വാസമായതുകൊണ്ടാണ് നമ്മൾ ആ കാര്യം അന്ന് വിട്ടുകളഞ്ഞത്. കുറച്ചുകൂടെ അന്വേഷിക്കേണ്ടതായിരുന്നു. അത് നമ്മുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച തന്നെ. ഇനി ഒന്നും അന്വേഷിക്കേണ്ടതില്ല. അയാൾ ഒരു ചതിയനാണെന്ന് തെളിഞ്ഞു. ഈശ്വരനായിട്ട് തന്നെ അത് കാട്ടിത്തന്നു. കല്യാണം നടന്നിട്ടാണ് ഇതൊക്കെ അറിഞ്ഞിരുന്നതെങ്കിലോ? അത് ശരിയാ. ഇവൻ കാരണം അഖിലയുടെ കല്യാണം മാറ്റിവെക്കേണ്ട അവസ്ഥയല്ലോ. ഈ കല്യാണം മാറ്റിവെക്കുന്ന കാര്യം സൗദേമാവനോട് പറഞ്ഞു? ഇല്ല, നാളെ നേരിട്ട് പോയി ഞാൻ തന്നെ പറയാന്ന് വിചാരിക്കുന്നു. മാമനെ കാണാൻ പോകുമ്പോ അഭി എന്റെ കൂടെ വരണം. അതിനെന്താ, വരാലോ. അതെ, കല്യാണം മാറ്റിവെച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയണം. അഖിലയുടെ ആകാശിന്റെ കല്യാണം ഉറപ്പിക്കാനായിട്ട് സഹദേമാവനും കുടുംബം ഇവിടെ വന്നില്ലേ? ആ ദിവസം തന്നെ മാറ്റിയെടുത്ത് ഈ അംബികാന്റി എന്താ പറഞ്ഞത്? അത് ഞങ്ങൾ തമ്മിലുള്ള പിണക്കം പറഞ്ഞു തീർത്തതാ, അതല്ലാതെ മറ്റൊന്നും സംസാരിച്ചിട്ടില്ല. ഹായ് അബിയേട്ടാ. എന്താ ഇൻവെസ്റ്റിഗേഷൻ? ഞങ്ങള് വിവേകേട്ടന്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് മുഴുവൻ എടുത്തു. അതില് വേറെയും ചില കൺഫ്യൂഷൻസ് ഉണ്ട്. എന്ത് കൺഫ്യൂഷൻ? പവിത്രൻ എന്ന് പറയുന്ന ആളാ വിവേകേട്ടന്റെ ലോക്കൽ ഗാർഡിയൻ. ഇതേ പവിത്രൻ മറ്റൊരു അസുഖത്തിന് അതേ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചപ്പോ അനന്തരവനാണെന്നും പറഞ്ഞ് വിവേകേട്ടന്റെ പേരാ കൊടുത്തിരിക്കുന്നത്. ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടായിരുന്നതുകൊണ്ട് പവിത്രന്റെ ഡീറ്റെയിൽസ് കൂടി ഞങ്ങൾ എടുത്തു. അതില് പവിത്രന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. കല്യാണം ഉറപ്പിക്കാൻ വിവേകേട്ടന്റെ ഡാഡിയാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന ആളാണ് ഈ പറഞ്ഞ പവിത്രൻ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. ഇതാണ് പവിത്രന്റെ ഫോട്ടോ. ഇതേ പവിത്രൻ തന്നെ ആയിരിക്കും മുമ്പ് ആരാധ്യയുടെ PSC വിഷയത്തില് ഈ രാഷ്ട്രീയക്കാരുമായിട്ട് ഇടപെട്ട ഒരു കള്ളുടിയും വക്കീലില്ലേ, ഞാനത് പറഞ്ഞില്ലേ? ഇതൊരു വലിയ ചതിയെന്നാ അനഘ രക്ഷപ്പെട്ടത്. വിവേകേട്ടന്റെ വീട്ടിൽ പോയി അന്വേഷിക്കണമെന്ന് കരുതിയാ ഞങ്ങൾ ഡീറ്റെയിൽസ് എടുത്തത്. കേട്ടെടുത്തോളം ഇനി കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. എന്താ അങ്ങനെ തോന്നാൻ കാരണം? വിവേകേട്ടനെതിരെ ഞങ്ങളുടെ അന്വേഷണമല്ല, ശരിക്കും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമായിരുന്നു വേണ്ടത്. ഞാൻ ട്രെയിനിങ് പൂർത്തിയാക്കി SI ആയി ചാർജ് എടുത്തു കഴിഞ്ഞാ ഇതുപോലെ പെൺകുട്ടികളെ ചതിക്കാൻ ശ്രമിക്കുന്നവരെയാ ആദ്യം തൂക്കി അകത്തിടാൻ പോകുന്നത്. വിഷമിക്കണ്ട, കൈ ശരിയായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ജോലിക്ക് കയറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. അതെ, നേരം കളയുന്നില്ല, ഞാൻ ഇറങ്ങട്ടെ. ടാറ്റ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.